പശ്ചിമേഷ്യയിൽ അധികാരം സ്ഥാപിക്കാനും ഗാസയെ പിടിച്ചടക്കാനുമായി ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് അമേരിക്ക കളിച്ച വൃത്തികെട്ട കളിയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നത്. മധ്യപൂർവേഷ്യ ദേശത്ത് ഇസ്രായേലിനെ ഒരു പോരാളിയായി വളർത്തിക്കൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് ഇറാൻ എന്ന ശക്തനായ എതിരാളിയുടെ സാമീപ്യമാണ് അലോസരപ്പെടുത്തിയത്. ഗാസയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ടതുകൊണ്ടും ഫലസ്തീൻ വംശജരെ കൊന്നൊടുക്കിയതിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞതിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പശ്ചിമേഷ്യയിൽ ഒരു ഭീഷണിയായി മാറിയ ഇറാനെ എങ്ങനെയെങ്കിലും ചൊൽപ്പടിക്ക് നിർത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ യഥാർത്ഥ പദ്ധതി. അതിനാണ് ചർച്ചകൾ നടത്തി ഇറാന്റെ ആണവായുധങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ശ്രമിച്ചത്. എന്നാൽ അമേരിക്കയുടെ ഒരു തരത്തിലുള്ള പണിയും അവിടെ ഏൽക്കില്ലെന്ന് മനസ്സിലായതോടെ ഇസ്രായേലിനെ പുറത്തിറക്കി ഇറാനോട് പ്രതികാരം ചെയ്യുക. എന്നാൽ ശത്രുക്കൾ ഒറ്റയ്ക്കോ കൂട്ടമായോ വന്നാലും ഒന്നിനും തന്നെ തകർക്കാനാകില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇന്നും കഴിയുന്നത്. എന്തായിരുന്നു അമേരിക്ക കളിച്ച ആ നാറിയ കളിയെന്ന് നമുക്ക് പരിശോധിക്കാം. ഒപ്പം ഈ വിഷയത്തിലെ അമേരിക്കയുടെ പങ്കിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് കമന്റ് ചെയ്യണേ. ലോകത്തെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് വലിച്ചെറിഞ്ഞത് അമേരിക്കയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേലിൽ ഇറാന്റെ ആണവ മിസൈൽ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 8 ആക്രമണം നടത്തിയതോടെ മൂന്നാം ലോക യുദ്ധഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത്. എല്ലാ യുദ്ധങ്ങൾക്ക് പിന്നിലും ചരട് വലിക്കുന്ന അമേരിക്ക ഇത്തവണയും പതിവൊന്നും തന്നെ തെറ്റിച്ചിട്ടില്ല. എന്നാൽ ഇറാന് പിന്നിൽ റഷ്യയും ചൈനയും പാറ പോലെ ഉറച്ചു നിന്നതോടെ കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ലെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും വന്നിട്ടുണ്ട്. മോദി സർക്കാർ തുറന്ന എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പുറത്തിറക്കിയ മാപ്പിൽ ഇന്ത്യയുടെ തല വെട്ടിയതോടെ ഇന്ത്യക്കും അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ് ഇസ്രായേൽ നടപടിയെന്ന് വിശേഷിപ്പിച്ച റഷ്യ അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടാക്കിയതെന്നും ആരോപിച്ചിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയെന്ന അപകട രീതിയാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്നും ചൈനയും പ്രതികരിച്ചു. ചുട്ടിരിക്കുമെന്നും ബോംബിടുമെന്നും പറഞ്ഞ് അതേ അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് ഈ കാരണത്താൽ തന്നെയാണ്. അതിര് കടന്ന് എന്തെങ്കിലും ചെയ്താൽ ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും ചൈനയുടെയും കോപത്തിന് പാത്രമാകുമെന്ന കാര്യം അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ വ്യക്തമാണ്. ലോകത്ത് സമാധാനത്തിന് വേണ്ടി വാദിക്കുകയും എന്നാൽ സമാധാനത്തിനോട് അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അമേരിക്കയാണെന്ന് നമുക്കറിയാവുന്നതാണ്. ജോ ബൈഡൻ മാറി ട്രംപ് വന്നപ്പോൾ എന്തൊക്കെയോ മലമറയ്ക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 100 ദിവസം കൊണ്ട് റഷ്യയുടെയും ഉക്രൈന്റെയും യുദ്ധം അവസാനിപ്പിക്കും, പശ്ചിമേഷ്യയിൽ സംഘർഷം ഇല്ലാതാക്കും. ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ വെറും വാക്കുകൾ മാത്രമാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഐക്യം വളർത്തുമെന്നും പറഞ്ഞ് 2ാം വട്ടം അമേരിക്കൻ പ്രസിഡന്റായിട്ടാണ് ട്രംപ് പുതിയൊരു യുദ്ധത്തിന് കൂടി കോപ്പുകൂട്ടിയത്. പിന്നീട് തന്റെ സമീപനത്തിൽ ഒരു അയവ് വരുത്തി. ഇന്ത്യ പാക് തർക്കം എങ്ങനെയാണോ തീർത്തത് അതുപോലെ തന്നെ ഈ വിഷയവും ഞാൻ ഇടപെട്ട് തീർക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപ് അല്ലെന്ന് ഇന്ത്യ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ട്രംപിന്റെ അവകാശവാദം ഈ സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപ് തന്നെയാണ് എന്നതാണ്. എന്നിട്ടോ വാഷിംഗ്ടൺ പോസ്റ്റും ബ്ലൂബർഗും പോലുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന ആഖ്യാനം അമേരിക്ക തടയാൻ ശ്രമിച്ചിട്ടും ഇസ്രായേൽ യുദ്ധത്തിന് വഴി സ്വീകരിച്ചു എന്നതാണ്. എന്താണല്ലേ, അന്നം കഴിക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാകില്ല എന്നായിരിക്കും അവർ കരുതുന്നത്. അമേരിക്ക എന്ന സാമ്രാജ്യത്വ രാഷ്ട്രത്തിന് ആ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ നിലനിർത്തണമെങ്കിൽ യുദ്ധം അനിവാര്യം തന്നെയാണ്. സാമ്രാജ്യത്വത്തിന്റെ നിലനിൽപ്പ് പോലും യുദ്ധങ്ങളെ ആശ്രയിച്ചാണെന്നിരിക്കെ അതിന്റെ നായകന് സമാധാനത്തിന്റെ പട്ടം ചാർത്തി നൽകുന്നത് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിനെ രക്ഷിച്ചെടുക്കാനുള്ള വിപുലമായ സാമ്രാജ്യത്വ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. മുൻ അമേരിക്കൻ സൈനികനും ഇപ്പോൾ എഴുത്തുകാരനും നിരീക്ഷകനുമായ സ്കോട്ട് റിട്ടറുടെ അഭിപ്രായത്തിൽ ഇറാനെതിരെ നടന്നത് സംയുക്ത ഇസ്രായേൽ അമേരിക്കൻ ആക്രമണമാണ്. അമേരിക്കയുമായി രഹസ്യമായി ഉണ്ടാക്കിയ ഏകോപനത്തിന്റെയും അവരുടെ പൂർണ്ണ അറിവോടുമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതെന്ന് ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ധാരണകളെയും ധിക്കരിക്കാൻ ഇസ്രായേലിന് കരുത്ത് നൽകുന്നതിന്റെ പിന്നിലെ ശക്തി ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അമേരിക്ക എന്നാണെന്ന് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായി. സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഭാഗമായി 1948 ഇസ്രായേൽ രൂപം കൊണ്ടതു മുതൽ അതിനെ മധ്യപൗരസ്ത്യ ദേശത്തെ പോക്കിരി രാഷ്ട്രമായി വളർത്തിയതിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ പങ്കുണ്ട്. ഹമാസിന്റെ ആക്രമണം കരുവാക്കി ഗാസയും വെസ്റ്റ് ബാങ്കും പൂർണ്ണമായി വരുതിയിലാക്കാനായി അധിനിവേശം തുടരുന്ന, വിശപ്പ് സഹിക്കാതെ ഭക്ഷണത്തിനായി കേഴുന്ന പിഞ്ചു കുട്ടികളെ പോലും ബോംബിട്ട് കൊല്ലുന്ന ക്രൂരതയ്ക്ക് ഇസ്രായേൽ നൽകുന്ന പേര് പ്രതിരോധമെന്നാണ്. ഹമാസിനെ ഇല്ലാതാക്കി മാത്രമേ ഗാസ വിടൂ എന്ന് ശപഥം ചെയ്ത് ഓരോന്ന് ചെയ്തു കൂട്ടുന്ന ഇസ്രായേൽ ലോക നിയമങ്ങളും നീതിയുമെല്ലാം കാറ്റിൽ പറത്തിക്കളഞ്ഞു. ലോകം മുഴുവൻ ആ ചെകുത്താനെ തിരിച്ചറിഞ്ഞിട്ടും അതിനോട് സമരസപ്പെട്ടു നിൽക്കുകയും വേണ്ട പിന്തുണ നൽകുകയും എന്തിനേറെ പറയുന്നു UN-ലും പൊതുസമൂഹത്തിലും എല്ലാ പിന്തുണയും നൽകുന്ന രാഷ്ട്രമാണ് ഇന്ന് അമേരിക്ക. അവർ തന്നെയാണ് ഇറാൻ ആക്രമണത്തിന്റെ പിന്നിലും പ്രവർത്തിച്ച ശക്തി. സ്കോട്ട് റിട്ടൽ നൽകുന്ന മറ്റൊരു പ്രധാന സൂചന ഇറാനുമായി 2ാം ട്രംപ് സർക്കാരിന്റെ ആണവ ചർച്ച പോലും യുദ്ധത്തിനുള്ള
മികച്ച തയ്യാറെടുപ്പിന് ഇസ്രായേലിന് അവസരമൊരുക്കാൻ വിരിച്ച കെണിയാണ് എന്നതാണ്. 2015 അമേരിക്കയും ഇറാനും തമ്മിലെത്തിയ ആണവ കരാറിൽ നിന്ന് 2018 പിന്മാറിയത് ഇതേ ട്രംപാണ്. അതേ ട്രംപ് ഇപ്പോൾ ഇറാനുമായി ആണവ കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ജൂൺ 15 ഒമാനിൽ ചർച്ച നടക്കാനിരിക്കെയാണ് 13 ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നത്. എന്നാൽ ഇതിന് 2 ദിവസം മുമ്പ് തന്നെ 10 തന്നെ ഇസ്രായേൽ മന്ത്രിസഭ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചെന്നും തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ വിവരം ധരിപ്പിച്ചുവെന്നും അറബ് ദിനപത്രമായ അൽ ഇത്തിഹാദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ട ട്രംപ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചാൽ കരാറിന്റെ ഭാവി അവതാളത്തിലാകുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ വിശദീകരിച്ചത് അമേരിക്കൻ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ആക്രമണം ഉപകരിക്കും എന്നതാണ്. അമേരിക്കയിലെ ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇസ്രായേൽ ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള നാടകം മാത്രമാണെന്നും യഥാർത്ഥത്തിൽ അമേരിക്ക ആക്രമണത്തിന് നേരത്തെ പച്ചക്കൊടി വീശിയിരുന്നു എന്നുമാണ്. അതായത് ട്രംപിന്റെ എല്ലാവിധ അനുവാദത്തോടെയും സമ്മതത്തോടും കൂടി തന്നെയാണ് ഇസ്രായേൽ ഇതിന് പുറപ്പെട്ടത്. ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമാണ്. നിമിഷങ്ങൾക്കകം ഇസ്രായേൽ ആക്രമണത്തെ പ്രശംസിച്ച് രംഗത്ത് വന്ന ട്രംപ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചതോടെ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ലോകത്തിന് മുഴുവൻ വ്യക്തമായി കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ നിന്നുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെ തിരിച്ചയക്കാനും ഇറാഖിലെ എംബസിയിലെ ജീവനക്കാരെ നാമമാത്രമായി പരിമിതപ്പെടുത്താനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്ക തീരുമാനിച്ചതും അമേരിക്കയുടെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടും കൂടിയാണ് ഈ യുദ്ധം നടക്കുന്നത് എന്ന കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെയും ഇന്ത്യയെയും തുല്യ ശക്തികളായി കണ്ട അമേരിക്കൻ സമീപനവും ഇറാൻ ആക്രമണവും തമ്മിൽ ബന്ധമുണ്ടെന്ന നിരീക്ഷണങ്ങളും ഇതിനോടകം തന്നെ ചർച്ചയാവുന്നുണ്ട്. ഇറാനുമായുള്ള ബന്ധം മോശമാകുമ്പോൾ പാകിസ്ഥാന്റെ പിന്തുണ ആവശ്യമാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഉന്നയിച്ച ആരോപണങ്ങൾ അവഗണിച്ച് പാക് പക്ഷത്ത് അമേരിക്ക നിലയുറപ്പിച്ചതെന്നാണ് ഈ ആഖ്യാനം. പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ഗൾഫിലെ സുന്നി രാഷ്ട്രങ്ങളുടെ പിന്തുണ ഷിയ ഇറാനെതിരെ ഉറപ്പാക്കാനുള്ള ശ്രമവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മെയ് 13 മുതൽ 16 വരെ ട്രംപ് സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയും നിരവധി കരാറുകൾ ഒപ്പിടാനും തയ്യാറായിട്ടുണ്ട്. ഇറാനെതിരെ സുന്നി രാഷ്ട്രങ്ങളുടെ സഖ്യമെന്ന അജണ്ടയും ട്രംപിന്റെ സന്ദർശനത്തിന് പിന്നിലില്ലേ എന്ന സംശയവും ഇവിടെയുണ്ട്. നേരത്തെ അബ്രഹാം സന്ധി ഒപ്പിടുവെച്ച ബഹ്റൈൻ, UAE, സുഡാൻ എന്നീ രാഷ്ട്രങ്ങളെ ഇസ്രായേലുമായി സഹകരിപ്പിച്ചിരുന്നു. അതായത് ഷിയ സുന്നി സ്വത്വം ഉപയോഗിച്ച് ഗൾഫിൽ ഇസ്രായേലിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആക്രമണത്തിന് മുമ്പായിട്ട് തന്നെ ആ രീതിയിലൊരു ശ്രമം അമേരിക്ക കഴിഞ്ഞ മാസവും നടത്തിയെന്ന് ട്രംപിന്റെ സന്ദർശനവും നമ്മളോട് പറയുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ ആയുധങ്ങളും നൽകുന്നതും അമേരിക്കയാണെന്ന കാര്യം പരസ്യമായ രഹസ്യമാണല്ലോ. ട്രംപിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടതുമായ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന രാഷ്ട്രം. ഇസ്രായേലിന്റെ കൈവശം അത് ധാരാളമായിട്ടുണ്ട്. ഇനി കൂടുതൽ വരികയും ചെയ്യും. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇസ്രായേലിന് അമേരിക്ക കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സൈനിക നടപടികളിലൂടെ മാത്രം അധികാരത്തിൽ തുടരുന്ന നേതാവാണ് നെതന്യാഹു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഷ്ട്രത്തിനകത്ത് തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹം യുദ്ധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സമാധാന പ്രിയനായ ട്രംപ് തന്നെയാണ് യുദ്ധകുതുകിയായ നെതന്യാഹുവിനെ അധികാരത്തിൽ തുടരാൻ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് പിരിച്ചുവിടാൻ പ്രതിപക്ഷം നടത്തിയ നീക്കത്തെ അതിജീവിക്കാൻ നെതന്യാഹുവിനെ സഹായിച്ചതും ഇതേ അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റായുള്ള ട്രംപുമാണ്. ഇസ്രായേലിനെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹുക്കാബിയെ ഉപയോഗിച്ചാണ് നെതന്യാഹുമായി ഇടഞ്ഞ തീവ്ര വലതുപക്ഷക്കാരെയും യാഥാസ്ഥികവാദികളെയും നെതന്യാഹുവിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചത്. തൽക്കാലം രക്ഷപ്പെട്ടുവെങ്കിലും അധികാരം നിലനിർത്തുക എന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. ഇറാനുമായുള്ള പുതിയ യുദ്ധമുഖം അതിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് നെതന്യാഹുവിന് ഇപ്പോൾ ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ്. അമേരിക്ക ആകട്ടെ പശ്ചിമേഷ്യയിൽ അവരുമായി കൊമ്പുകോർക്കാൻ ശേഷിയുള്ള ഏക രാജ്യത്തെ നിലംപരിശാക്കാൻ കഴിയുമോ എന്ന ചിന്തയിലുമാണ്. അതായത് ഇറാനെ തകർത്താൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ കൂടെ നിന്ന് കൂടുതൽ കരുത്തനാകാൻ കഴിയുമെന്ന വിശ്വാസമാണ് ട്രംപിനുള്ളത്. ആ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുദ്ധത്തെയും അദ്ദേഹം നോക്കിക്കാണുന്നത്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ യോജിക്കുന്നിടത്താണ് ഇറാന്റെ പോരാട്ടം നടക്കുന്നത്. എന്തായാലും ഇറാൻ ശക്തമായി പോരാടുക തന്നെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.